നാടനാട് എന്താ വളർത്താത്ത വെച്ചാൽ നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. നാടനാട് മോശമായിട്ടല്ല കേട്ടോ. നാടനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാടനാടിന് എപ്പോഴും നല്ല അന്തരീക്ഷം, അതായത് നല്ല മേയാൻ പറ്റിയ സ്ഥലങ്ങളാണ് നാടനാട് വളർത്താം. കാരണം പൈസ മുടക്കില്ലാതെ വളർത്താൻ പറ്റിയൊരു ആടാണ് നാടനാട് എന്ന്. പൈസ മുടക്കിയിട്ട് വളർത്തുമ്പോൾ ബെനിഫിറ്റ് കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിലൊരു കുട്ടീനെ എടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു മാസം ഒരു 10 ദിവസമുണ്ട് ആ കറുത്ത കുട്ടിക്ക്. അത്ര പോകുന്നൊരു നാടനാടിൻ്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ 6 മാസം പിടിക്കും. ഇതിപ്പോൾ ഒരു മാസം 10 ദിവസമായിട്ടുള്ള ആ കുട്ടിക്ക്. അപ്പോൾ അത്ര പോകുന്നൊരു കുട്ടിയാണെങ്കിൽ 6 മാസം പിടിക്കും ഒരു നാടനാടിൻ്റെ കുട്ടിയാണെങ്കിൽ. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നെ കിട്ടുമല്ലോ, നാടനാടും മറ്റേ ആടും വളർത്തുന്നതുകൊണ്ടുള്ളൊരു വ്യത്യാസം എന്താണെന്നുള്ളത്. അതിമം തന്നെ മനസ്സിലായി. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ ബെനിഫിറ്റ് അതാണ്. കാരണം ഇത് 10 കിലോ കയറാൻ വല്ല ടൈം വേണ്ട. നാടനാടിൻ്റെ ഒരു കുട്ടി 10 കിലോ കയറണമെന്നുണ്ടെങ്കിൽ 4 മാസം 5 മാസമൊക്കെ പിടിക്കും. 4 മാസം 5 മാസം. അപ്പം ഈ ഇപ്പോൾ കുട്ടീനെ 3 മാസം ആകുമ്പോൾ എനിക്ക് നല്ലൊരു സംഖ്യക്ക് വിൽക്കാം. 10 റുപ്യ മുതൽ 15 റുപ്യ വരെ വിൽക്കാം. നാടനാടിൻ്റെ കുട്ടിയും 5 മാസമായി വിൽക്കാൻ കഴിയുക 5 റുപ്യ 6 റുപ്യൊക്കെ വിൽക്കാൻ കഴിയും. 5 റുപ്യ 6 റുപ്യക്കാണ് 4 മാസം 5 മാസമായി വിൽക്കാൻ കഴിയുന്നുള്ളൂ. 10 റുപ്യേനെ മീതൊക്കെ എന്തായാലും വിൽക്കാൻ കഴിയില്ല 5 മാസമായാലും. അപ്പം ഏതാണ്ട് ഊഹത്തിൽ നിങ്ങൾക്ക് തന്നെ കിട്ടുമല്ലോ നാടനാടും ഇതൊരു. നേരെ മറിച്ച് ചെയ്യുക, നമ്മൾ പൊയിഞ്ഞ പറമ്പ്, നമുക്കൊരു മലയുണ്ട്, ഒരു 5 ഏക്കർ 6 ഏക്കർ ഒഴിഞ്ഞ പറമ്പുണ്ട്, അതിൽ നല്ല പുല്ലുണ്ട്, വിലകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ നാടനാടിനെ വളർത്തിയിട്ട് അയക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ പോയി മേഞ്ഞ് സ്വയം തിന്ന് കൂട്ട് വന്നിട്ട് പച്ചവെള്ളം കഞ്ഞിവെള്ളം എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് അത് കുടിച്ചട കിടക്കുക. പിറ്റേന്ന് രാവിലെ വീണ്ടും പോവുക. അങ്ങനെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ല. ഇത് നമ്മൾ കായ് മുടക്കിയിട്ട് തീറ്റയും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം നാടനാടിന് ഇതേ രൂപത്തിൽ തന്നെ വളർത്തണം. നാടനാടിനാണ് വിചാരിച്ച് നമുക്ക് ഇതിൽ ചിലവൊരു കുറവൊന്നും പിന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു ബീറ്റലിനെ അവിടെ വളർത്തുന്നുണ്ട്, അതിൻ്റെ അങ്ങേപ്പുറത്ത് ഒരു നാടനാടിനും വളർത്തുന്നുണ്ടെങ്കിൽ തീറ്റ രണ്ടാക്കും സെയിമാ, പക്ഷെ ബെനിഫിറ്റിൽ രണ്ടും രണ്ടാണ്. ഇതിൻ്റെ 3 ഇരട്ടി മെച്ചാണ് ബീറ്റിലുമെന്ന് കിട്ടുക. നാടനാടിൻ്റെ 3 ഇരട്ടി മെച്ചം ബീറ്റിലുമെന്ന് കിട്ടും. അപ്പോൾ ബീറ്റിൽ നിന്നല്ല കേട്ടോ, അത് ക്രോസ് ബീഡ് ആയാലും നല്ല അത്യാവശ്യം നല്ല കാലകരും ഇടന്നിട്ടും വലുപ്പമുള്ള ആടാന്നുണ്ടെങ്കിൽ നല്ല മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തതെന്ന് വെച്ചാൽ ഇതേ മക്കളെ കിട്ടും. നല്ല നല്ല കൊയ്യിട്ടും കാലകരും ഇടന്നിട്ടൊക്കെ ഉള്ള കുട്ടികൾ കിട്ടും. അത് നല്ല ബോഡി വെയ്റ്റും വരും. ആ ബോഡി വെയ്റ്റ് വരുമ്പോഴാണ് നമ്മൾക്ക് ബെനിഫിറ്റ് വരിക. പലർക്കും ബെനിഫിറ്റ് എത്തിപ്പിടിക്കാൻ പറ്റാത്തതും അതുകൊണ്ടാണ്. പലരും നഷ്ടമാണ്. കാരണം വെച്ചാൽ പലരും ആടിനെ വാങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് ലാഭം നോക്കിയിട്ട് പോകും. അതായത് 10 റുപ്യൻ്റെ ആട് എടുക്കുന്നിടത്ത് ചിലപ്പോൾ 10 റുപ്യൻ്റെ ആട് വലിയൊരാട് കിട്ടാണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോയിട്ട് 8 റുപ്യൻ്റെ ആട് കിട്ടാണ്ടാവും. ഈ 8ൻ്റെ ആടും 10ൻ്റെ ആടും നല്ല വ്യത്യാസം ഉണ്ടാവും. ഈ വ്യത്യാസം പോലും താരതമ്യം ചെയ്യൂല. ഓല് 2 റുപ്യൻ്റെ ലാഭം പോലും താരതമ്യം ചെയ്യും. ആടിനെ വാങ്ങി അതിനിപ്പോൾ 10 റുപ്യ, ഇതിനിപ്പോൾ 8 റുപ്യ, അത് ഇതൊക്കെ ആടന്നല്ലേ അറിയും. പക്ഷേ ഈ ആടുമെന്ന് 2 ഇറങ്ങുന്ന കുട്ടികൾ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ മനസ്സിലാക്കണില്ല. ഈ 10 റുപ്യൻ്റെ ആടും 8 റുപ്യൻ്റെ ആടും ആയിട്ടുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഈ 10 റുപ്യൻ്റെ ആടുമെന്ന് ഇറങ്ങുന്ന ആടിൻ്റെ കുട്ടികൾ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അത് വിൽക്കുമ്പോഴും അതേപോലെ ബെനിഫിറ്റ് നമുക്ക് വെച്ചാൽ ഞാൻ പറഞ്ഞ നേരത്തെ ഉദാഹരണം പറഞ്ഞ പോലെ 3 മാസം കൊണ്ട് കിട്ടുന്നത് പിന്നെ നമുക്ക് നാടനാടുമ്പോൾ 5 മാസം കൊണ്ടേ കിട്ടുള്ളൂ. 3 മാസം കൊണ്ടല്ല, 1 മാസം കൊണ്ട് കിട്ടുന്ന നാടനാടുമ്പോൾ 5 മാസം കൊണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും കാലം നമ്മൾ തിന്നാൻ കൊടുക്കണില്ലേ, 4 മാസം എക്സ്ട്രാ നമ്മൾ തിന്നാൻ കൊടുക്കും. 1 മാസം കൊണ്ട് കിട്ടുന്ന പൈസ നാടനാടിൻ്റെ കുട്ടികൾ 5 മാസം കൊണ്ടേ കിട്ടുള്ളൂ. കാരണം എനിക്ക് പറഞ്ഞാൽ ഇവിടെ കുട്ടികൾ പറഞ്ഞാൽ അഥവാ ഇനിയിപ്പോൾ പാൽ കുടിക്കുന്ന കുട്ടികളെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ 3 കുട്ടികൾ 4 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആരെയും വളർത്താൻ ആവശ്യക്കാർ വന്നാൽ നമ്മൾ കൊടുക്കലുണ്ട്. അങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ 5 റുപ്യ 6 റുപ്യക്ക് ഒരു കുട്ടി കിട്ടുമ്പോൾ, കാരണം കുട്ടികളെ വലുപ്പമുള്ളതുകൊണ്ടാട്ടോ 5 റുപ്യ 6 റുപ്യക്ക് ഒരു കുട്ടി കിട്ടുന്ന ചെറിയൊരു ലോക്കൽ കുട്ടീൻ്റെ കാര്യമല്ല പറഞ്ഞത്. അത്യാവശ്യം നല്ല സ്റ്റാമിനുള്ള ഒരു കാലകരും വലുപ്പമുള്ള ഒരു കുട്ടീൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു 5 റുപ്യ 6 റുപ്യൊക്കെ ഇവിടെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. ആ കുട്ടികൾ കിട്ടുമ്പോൾ നാടനാട് കുട്ടിക്ക് എന്തായാലും കിട്ടുക പറഞ്ഞാൽ ആ സമയത്ത് ഇപ്പോൾ നാടനാട് കുട്ടിയിൽ ചെറിയ കുട്ടീനെ കൊടുക്കേണ്ടത് 1000 500 1500 2000 റുപ്യൻ്റെ മേപ്പെട്ട് എന്തായാലും ബുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നമ്മുടെ ക്രോസ് ബീഡ് ആടിൻ്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 ദിവസം 15 ദിവസമുള്ള കുട്ടിക്കാണെങ്കിൽ പാൽപ്പിക്കുന്ന കുട്ടിക്ക് അത്യാവശ്യം വെയിറ്റും ഉണ്ടാവും. പിന്നെ ഞാൻ ആവശ്യക്കാർ വന്നൊരു 5 റുപ്യ 6 റുപ്യ തോതിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ചെറുപ്പത്തിൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ കുട്ടീനൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വെയിറ്റുള്ള കുട്ടികളാണ്. അത്യാവശ്യം വെയിൽ ഇതിപ്പോൾ ഒരു 15-20 ദിവസത്തിൻ്റെ ഉള്ളിൽ പ്രായമായിട്ടുണ്ടാവും. 20 ദിവസത്തിൻ്റെ അടുത്ത് പ്രായമായ കുട്ടിയാണ് അതൊക്കെ. അത്യാവശ്യം ബോഡി വെയിറ്റുള്ള കുട്ടികളാണ്. 2 കുട്ടികളാണ് കടിഞ്ഞൂലിൽ ഈ തള്ളൻ്റെ കുട്ടികളാണ്. ഈ 2 കുട്ടികൾ കടിഞ്ഞൂലുള്ള കുട്ടികൾ, അത്യാവശ്യം നല്ല കുട്ടികൾ. അപ്പം നല്ല ആടിനെ വളർത്തി കഴിഞ്ഞാൽ നല്ല കുട്ടികൾ ഇറങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഇത്. 2 മുട്ടൻ കുട്ടികളാണ്.
ഫസ്റ്റിലെ പ്രസവത്തിൽ 2 മുട്ടൻകുട്ടികൾ. അതും മുട്ടന് അത് ബ്രൗണിലാണ്, കൂടുതൽ ബ്രൗണിലാണ് ഇറങ്ങിയത്. തന്തിയും തള്ളിയും ഒരേമാതിരി കളറായിരുന്നു, ബ്രൗൺ ആൻഡ് വൈറ്റ് ആയിരുന്നു തന്തിയും കണ്ട്. അതിൽ കൂടുതൽ വൈറ്റിൽ ഇറങ്ങിയ കുട്ടിയാണിത്, വൈറ്റ് ആൻഡ് ബ്രൗണിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈ കുട്ടി 99% ബ്രൗണിൽ ഇറങ്ങി ഒരു കുട്ടി. കുട്ടികളുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികൾ, അത്യാവശ്യം വെയിറ്റും ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, ബോഡി സ്ട്രക്ചർ ആയാലും വെയിറ്റിലായാലും ഒക്കെ മാഷാഅല്ലാഹ് ഉഷാറാണ്. ഇത് നമ്മൾ പറഞ്ഞ തീറ്റ വെള്ളം കൂടി തുടങ്ങി കഴിഞ്ഞാൽ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ മാന്യമായ വിലയും പറയാന്നുണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ ചിലപ്പോൾ പാൽ കുടിപ്പിച്ചാനൊക്കെ ചിലർ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞേ വേറൊരു കുട്ടീൻ്റെ അതിനിവിടെ അതിൻ്റെ തുണനെ ഇതേപോലെ 10 ദിവസം ആകുമ്പോൾ കൊണ്ടുപോയതാണ്. ഒരിടത്ത് പാലുണ്ട് കൊടുക്കാൻ. അതിൻ്റെ കുട്ടി ഇതിൻ്റെ തുണന് ഇതിൻ്റെ തള്ളക്ക് 2 കുട്ടികളായിരുന്നു. ഒരു മുട്ടൻകുട്ടിയായിരുന്നു അതിൻ്റെ തുണ. അതുപോലെ നമ്മളെ സുഹൃത്തിൻ്റെ കയ്യിൽ പോകാൻ പറഞ്ഞു, ഒരാട് പ്രസവിച്ചിട്ട് പാല് കണ്ടമാനുണ്ട്, അപ്പോൾ ഒരു കുട്ടിയുള്ള, അപ്പോൾ ഓനൊരു കുട്ടി വേണം. അപ്പോൾ ഒരു ഹൈദരാബാദി കുട്ടീനെ തീരുവഹിച്ച്, ഒരു മുട്ടൻകുട്ടീനെ തീരുവഹിച്ച് വെയ്ത്തിലെ കൂടിയപ്പം അതിൻ്റെ തുണൊരു മുട്ടൻകുട്ടി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർജിനോ എനിക്ക് തിന്നും ചെയ്തു, ഓൻ കൊണ്ടുപോയും ചെയ്തു. ഓൻ വളർത്തട്ടെ, ഓനും വേണമല്ലോ. ചിലപ്പോൾ വലിയ കായ് എടുത്ത് മേടിക്കാൻ കഴിയാത്തവർക്ക് ചെറുത് മേടിച്ചിട്ട് വലുതാക്കാൻ കഴിഞ്ഞാലും അതും കാര്യമാണല്ലോ. അപ്പോൾ നമുക്ക് നാടനാടൊന്നും ആ വിലക്ക് വിൽക്കാൻ കഴിയില്ലല്ലോ. 500 റുപ്യ ഒരാറി ചിലപ്പോൾ വെറുതെ കൊടുക്കല പലരും ചെയ്യൽ. അപ്പം എന്നെ ഏൽപ്പിക്കല് ചിലർ ഈ നാടനാടൊക്കെ പെറ്റി കഴിഞ്ഞാൽ 3-4 കുട്ടികളുടെ കഴിഞ്ഞാൽ പാല് കുറവായി കഴിഞ്ഞാൽ ചിലർ പറയും, വിളിച്ചിട്ട് പറയും, നമുക്ക് അവർ ആടുകുട്ടിനെ ആരെയും ഉണ്ടെങ്കിൽ പറഞ്ഞയച്ചിട്ട് നമുക്ക് കൊടുക്കട്ടോ പറയും. എത്തും തീരുന്ന മടവൂർ കൊണ്ട് പാൽ കൊടുത്ത് വളർത്തിയാൽ മതി. കാരണം തള്ളക്ക് ഇപ്പോൾ എല്ലാത്തിനും പാടെ കുടിപ്പിച്ചാലുള്ള പാലുണ്ടാവില്ല. ഇപ്പം ഞാൻ പലർക്കും അങ്ങനെ കൈമാറ്റം ചെയ്യലുണ്ട്. പൈസ ഒന്നും വാങ്ങാതെ തന്നെ ചെയ്തു കൊടുക്കണമൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പെരക്കാർക്ക് പൈസ വേണ്ട, ആരെങ്കിലും കൊണ്ടുപോയിട്ട് അതിൻ്റെ ജീവൻ നിലനിർത്തിയാൽ മതി. അപ്പം നമുക്കും അത്ര തന്നെയല്ലേ ഉള്ളൂ, നമുക്കും അതിൻ്റെ ബെനിഫിറ്റ് ഒന്നും വേണ്ട. അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. നാടനാടാകുമ്പോഴുള്ളൊരു ഇതാണ്. നേരെ മറിച്ച് ക്രോസ് ബീഡൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് വിൽക്കാൻ വെക്കാം. വളർത്തലാർ പൈസ തന്നെ തരുന്ന് കൊണ്ടുപോകാൻ ആളില്ല. കാരണം എന്താ വെച്ചാൽ ഓൽക്കാരെ വളർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള മെച്ച അതിമെന്ന് കിട്ടും. ആ മെച്ചം നാടനാടുമെന്ന് കിട്ടൂല. പാലിന് വ്യത്യാസം വരണമെങ്കിൽ വ്യത്യാസങ്ങളുണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ തീറ്റൻ്റെ അപേക്ഷയ്ക്ക് നമ്മൾ ഈ തീറ്റ തന്നെ ഒരുക്കുക കൊടുക്കുക വെച്ചാൽ ഓലപ്പാലും പാലും ഒരേ മാതിരിയാണ്. നേരെ മറിച്ച് തൊടുവിൽ മേയുന്ന ആടുകൾക്ക് ഇറച്ചിക്കായാലും തീറ്റക്കായാലും കുറച്ചൊരു മരുന്നിൻ്റെ ആ ഒരു അംശം ഉണ്ടല്ലോ. കാരണം വെച്ചാൽ തൊടുവിൽ മേയുമ്പോൾ തൊട്ടാമാങ്ങി, കുറുന്തോട്ടി, അങ്ങനെ വേണ്ട ഒരുപാട് ഐറ്റംസുകൾ പല സൈസ് ഇലകളും ഒരു കഴിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഇത് ഓല മേത്ത് കയറും. അപ്പോൾ ഓല പാലിലൂടെയും അതിൻ്റെ ഗുണം പറ്റും. നേരെ മറിച്ച് നാടായി എന്ന് വിചാരിച്ചാണ്ട് ഗുണം കിട്ടൂല. നമ്മൾ കൊടുക്കുന്ന തീറ്റ എങ്ങനെയാണോ അതിനനുസരിച്ച് ഓല മേത്തുനിന്ന് വരുന്ന ബെനിഫിറ്റുകൾ. നമ്മൾ ഇതേ തീറ്റ കൊടുത്ത് ഓല വളർത്തുന്നതിൽ ഇവരെ മാതിരി തന്നെ ഓലും ആവും. ഓല ഇറച്ചിൻ്റെ ടേസ്റ്റിലും വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ഇറച്ചിൻ്റെ ഗുണനിലവാരങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നാടനാടിൻ്റെ അറുത്തുന്നവർക്ക് അത് നാടനാട് അറുത്തുന്ന വല്ല മലയിലും മേയുന്ന ആടുകൾ, അല്ലാതെ കൂട്ടിലിട്ട് വളർത്തുന്ന നാടനാടിന് ആ ഗുണമുണ്ടെന്ന് ഞാൻ പറയില്ല. കാരണം നമ്മൾ പ്ലാവിൻ്റെ ഇല മാത്രം കൊടുക്കുമ്പോൾ ആ പ്ലാവിൻ്റെ ഇലയിൽ നിന്നുള്ള പ്രോട്ടീനും ന്യൂട്രിയൻസും മറ്റും മറിച്ചൊക്കെ ഓൽക്ക് കിട്ടുള്ളൂ. മറ്റേ തൊടുവിൽ മേയാൻ വിടുമ്പോൾ പല സൈസ് മരുന്നുകളുണ്ട് ഒരുപാട്. കാരണം നമുക്ക് അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് നാടൻ മരുന്നുകൾ ഭൂമിയിലുണ്ട്. അതൊക്കെ ഈ ആടുകൾ നടന്ന് ഓരോ കടിയിൽ കടിച്ചാലും അതിൽ ശരീരത്തിൽ കീറണല്ലോ ആ മരുന്ന്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഗുണം പോലെ മേത്തുണ്ടാവും. അപ്പം നാട്ടിൽ മേയാണെങ്കിൽ മാത്രമേ ഗുണമുള്ളൂ കേട്ടോ. അല്ലാതെ തീറ്റ കൊടുക്കേണ്ടി വെച്ചാണ് ഇപ്പം നാടനാടിൻ്റെ ഒരു ബെനിഫിറ്റ് വേറെ പറയാനുണ്ടെന്ന് തോന്നുന്നില്ല.